ഓ സുഹൃത്തുക്കളെ, അപ്പൊ ഇബാദത്തിന് വേണ്ടിയുള്ള കേന്ദ്രമാണ് പള്ളി. മൻഅൻസദ ളാല്ലത്തൻ ഫിൽ മസ്ജിദി. പള്ളി കയറിയിട്ട് ഒരാൾ ചോദിച്ചു, എൻ്റെ വാച്ചാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, എൻ്റെ വാച്ചാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ലതും നഷ്ടപ്പെട്ടു പോയത് പള്ളിയിൽ വെച്ച് അന്വേഷിച്ചാൽ അള്ളാഹിന്റെ റസൂൽ പറയാണ്, അവനോട് പറയണം, ലാ റദ്ദഹല്ലാഹു ലക്, അള്ളാഹു അത് നിനക്ക് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം. അതിൻ്റെ ഒരു മാനയാണത്. അതെന്താ കാരണം? പള്ളി ഉണ്ടാക്കിയത് നിന്റെ സാധനം പോയതിന് പരസ്യം ചെയ്യാനല്ല പള്ളി ഉണ്ടാക്കിയത് അള്ളാഹ് ഇബാദത്തിനാണ്. നിന്റെ പരസ്യം അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ മുറ്റത്തിറങ്ങിയിട്ട് നടത്തിക്കോ, അതിവിടെ നടത്താനുള്ളതല്ല. അതാണ് ആ ഹദീസിന്റെ ഒരു മാന. വേറൊരു മാനല്ല, ഇനി മേലിൽ അങ്ങനെ പറയാൻ പാടില്ല. റദ്ദഹല്ലാഹു ലക്, ഇവരെല്ലാണ്ട് നീ അങ്ങനെ ചോദിച്ചു പോയി, റദ്ദഹല്ലാഹു ലക്, അള്ളാഹു നിനക്ക് തിരിച്ചു തരട്ടെ, അങ്ങനെയും അതിനർത്ഥം പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. രണ്ടർത്ഥവും വരുന്ന വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടുത്തെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. അതിലേക്ക് ഞാൻ പറയുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, പള്ളിയിൽ അനാവശ്യം സംസാരിക്കാൻ, പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്തുന്നത് നല്ലതാണ്. എല്ലാവർക്കും അറിയുന്നൊരു മസലയാണ്. വെള്ളിയാഴ്ച രാവിലെ ഒരു 9 മണിക്കായാൽ കൂടുതൽ നല്ലതാണ്. അതേപോലെ ചൊവ്വാല് മാസത്തിലായാൽ ഒന്നും കൂടി നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പോഴേ പറ്റൂന്നൊന്നും അതിനർത്ഥമില്ല, പള്ളിയിലേ പറ്റൂന്നും അർത്ഥമില്ല. പക്ഷേ പള്ളിയിൽ നിക്കാഹ് വെച്ചിട്ട് കുറേ ആളുകൾ പള്ളിയിൽ വന്ന് ബഹളം വെക്കുന്നൊരു പരിപാടിയുണ്ട്. നിക്കാഹ് നടക്കുന്നവരെ ബഹളം, അത് പാടില്ല, അത് പാടില്ല. പള്ളി ബഹളം വെക്കാനുള്ളതല്ല. പള്ളിയിൽ കയറിയാൽ അവൻ അതാ ഇത്തിക്കാഫിനെ കരുതണം. പള്ളിയിൽ നിൽക്കുക, ഇരിക്കുക, കിടക്കുക, എന്ത് ചെയ്താലും അള്ളാന്റെ വീട്ടിൽ വന്ന് കൂടുക എന്നതൊരു പുണ്യകർമ്മമാണ്. യജമാനനായ രാജാവിൻ്റെ വീട്ടിൽ അടിമ വന്ന് കൂടുകയാണ്. അതിനാണ് ഇത്തിക്കാഫ് എന്ന് പറയുന്നത്. അത് വലിയ പുണ്യമാണ്. അത് മനസ്സിൽ കരുതണം. 2 റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. മറ്റേതെങ്കിലും നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തഹിയ്യത്തും കൂടി കരുതിയാൽ പരിപൂർണമായ നിലക്ക് തഹിയ്യത്തിൻ്റെ പ്രതിഫലവും അതേ മറ്റേ നിസ്കാരത്തിൻ്റെ പ്രതിഫലവും ലഭിക്കും. അതേ നിസ്കാരം ഏതാണെങ്കിലും ശരി, അതിൻ്റെ കൂടെ കൂട്ടിക്കരുതാൻ പറ്റുന്നതാണല്ലോ തഹിയ്യത്ത്. കരുതിയില്ലെങ്കിലും പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇമാം റംലി അടക്കമുള്ളവരുടെ അഭിപ്രായം. എന്നാൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളും സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹും അതുകൊണ്ട് ആ കൽപ്പന വീടുമെങ്കിലും പ്രതിഫലം പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ തഹിയ്യത്തും കൂടി കരുതണമെന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് മുടക്കമില്ലല്ലോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് തഹിയ്യത്ത് നിസ്കരിക്കണം, പള്ളിയിൽ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, തസ്ബീഹ് ചൊല്ലുക, നല്ല കാര്യങ്ങൾ പറയുക, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദ്ഹായ മൗലിദ് ഓതുക, അതേ ദിക്റുകൾ ചൊല്ലുക, റാത്തീബ് ചൊല്ലുക, ഹദ്ദാദ് ചൊല്ലുക, ഇതെല്ലാം ദിക്റിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതുപോലെ നല്ല ഇൽമു പറയുക, അതേ ഇൽമു കേൾക്കുക, ഇങ്ങനെ തുടങ്ങിയ സൽക്കർമ്മങ്ങളല്ലാതെ ഒരിക്കലും അനാവശ്യ വാക്കുകളോ അനാവശ്യ പ്രവർത്തനങ്ങളോ പാടില്ല. പള്ളിയിൽ കയറുമ്പോൾ വുളു ഉണ്ടാകുന്നത് പ്രത്യേകം സുന്നത്താണ്. പള്ളിയിൽ നിന്ന് വുളു മുറിയാൻ പാടില്ല. വുളുവുള്ളവൻ പള്ളിയിൽ താമസിക്കുമ്പോ, പള്ളിയിൽ ഇരിക്കുമ്പോ വുളു മുറിയണമെന്ന് തോന്നിയാൽ അവന് ടോയ്ലറ്റിലേക്ക് പോകാം. പള്ളിയിൽ വെച്ച് വുളു മുറിയരുത്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ വെച്ച് വുളു മുറിയരുതെന്ന് പറഞ്ഞാൽ അവൻ മലമൂത്ര വിസർജനം നടത്തരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പിന്നെ പറയണ്ടല്ലോ, പച്ച ഹറാമെന്ന് മാത്രമല്ല, അത് മനുഷ്യൻ ഇസ്ലാമെന്ന് തന്നെ പുറത്തു പോകാൻ കാരണമാകും നിന്ദിച്ചുകൊണ്ടാണെങ്കിൽ. അതേ സമയത്ത് അറിയാതെ മൂത്രമൊഴിച്ചു പോയാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. പെരുന്നാളിനും മറ്റും ചെറിയ കുഞ്ഞുമക്കളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരുന്ന ചില രക്ഷിതാക്കളുണ്ട്. അത്തരം കുട്ടികൾ പള്ളിയിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നു, പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ ബഹളം വെക്കുന്നു. അതിനാൽ വകതിരിവെത്താത്ത ചെറിയ കുട്ടികളെയും കൂട്ടി പള്ളിയിലേക്ക് പെരുന്നാളിന് വന്നേക്കരുത് കേട്ടോ, അല്ലാത്ത സമയത്ത് വന്നേക്കരുത് കേട്ടോ. ഇത് പള്ളിയാണെന്ന് ബോധമില്ലാത്ത കുരുന്നു മക്കളെയും കൂട്ടി പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ അവർ മൂത്രമൊഴിച്ചാ നീ കുറ്റക്കാരനാണ്, നിസ്കരിക്കുന്ന സമയത്ത് ബഹളം വെച്ചാ നീ കുറ്റക്കാരനാണ്. അതുകൊണ്ട് അത്തരം ചെറിയ കുഞ്ഞുമക്കളെ പള്ളിയിലേക്ക് കൂട്ടി വരാൻ പാടില്ല. ഈ കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ്.
പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി സുബ്ഹാനല്ലാഹ് തക്ബീർ ചൊല്ലിയപ്പോ തീരുന്നത് വരെ ബഹളം വെച്ച് കരഞ്ഞു ഒരു ചെറിയ കുട്ടി. എൻ്റെ അനുഭവമാണ്. ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ എന്തിന് പള്ളിയിൽ കൊണ്ടുവന്നു? ഇതുപോലെ ഒരു ദിവസം അതാ പള്ളി നോക്കുന്ന ആള് വിളിച്ചു പറയുന്നു, നല്ല പുതിയ കാർപ്പറ്റാണ് ഉസ്താദേ, പക്ഷേ ഒരാൾ വന്ന് സുജൂദ് ചെയ്തൊക്കെ മൂത്രം മണത്തിട്ട് സുജൂദ് ചെയ്തൂടാ. നോക്കിയപ്പോൾ അതാ അവിടെയുള്ള CCTV പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി മൂത്രമൊഴിച്ചതാണ്. പക്ഷേ അത് കണ്ട ആളെന്താ ചെയ്തത്? കുട്ടിനെയും കൂട്ടി പോയതാണ്. എത്ര ആളെ നിസ്കാരമാണ് അയാൾ മുഖേന ബാത്തിലാക്കിയത്? പള്ളിയിലല്ലേ മൂത്രമൊഴിപ്പിച്ചത്? ഈ ചെറിയ പിഞ്ചു കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്ന രക്ഷിതാവ് കുറ്റക്കാരനല്ലേ? അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ചെറിയ വകതിരിവില്ലാത്ത തമ്മീസില്ലാത്ത മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വന്നേക്കരുത് കേട്ടോ. സമയായോ? ഓ സുഹൃത്തുക്കളെ, പള്ളിയോടുള്ള അതബ് കാണിക്കണം. അഥവാ ഒരു മനുഷ്യന് വുളുമുറിയുന്നത് കാറ്റ് പോയിട്ടാണെങ്കിൽ പോലും പള്ളിയിൽ വെച്ചതുണ്ടാകാൻ പാടില്ല. അവൻ പള്ളിയുടെ പുറത്തു പോകണം. എന്നിട്ട് വീണ്ടും കയറുമ്പോൾ ഒതുവെടുത്ത് കയറലാണ് നല്ലത്. അതേ സമയത്ത് പള്ളിയിൽ വെച്ച് വുളുമുറിച്ചാൽ പള്ളിയിലിരിക്കുന്ന സമയത്തൊക്കെ മലക്കുകളെ ദുആ കിട്ടുമായിരുന്നു. ആ വലിയ ആനുകൂല്യം അതോടെ തടയപ്പെട്ടു പോയി എന്ന് നബി തങ്ങൾ പറയുകയാണ്. പള്ളിയിൽ നേരത്തെ വന്ന് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന അതേ പ്രതിഫലമാണ്. അതുപോലെ പള്ളിയിൽ വന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ തന്നെ കാത്തിരുന്നാൽ നിസ്കാരത്തിൽ തന്നെയുള്ള അതേ പ്രതിഫലമാണെന്ന് മാത്രമല്ല, യുസല്ലി അലൈഹിൽ മലായിക, മലക്കുകൾ അവന് വേണ്ടി ദുആ നടത്തും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ റഹ്മഹു എന്ന് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മലക്കുകളുടെ ദുആ കിട്ടും. അതുകൊണ്ട് പള്ളിയിൽ പരമാവധി പള്ളിയിൽ കൂടാനാണ് ശ്രമിക്കേണ്ടത്. പള്ളിയുമായി ബന്ധപ്പെട്ട ഹൃദയമുള്ള പുരുഷൻ അവൻ അല്ലാഹുവിന്റെ തണലുണ്ട് എന്നല്ലേ മഹ്ശറിൽ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അതുകൊണ്ട് പള്ളിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കണം. പള്ളിക്ക് സഹായിക്കുക, പള്ളി നിർമ്മിക്കുക, പള്ളി നിർമ്മിച്ചാൽ അതിൻ്റെ കടങ്ങൾ വീട്ടുക, പള്ളിക്ക് വേണ്ടി കൊടുക്കുക, അതെല്ലാം സ്വർഗം കിട്ടാനുള്ള അമലാണ്. ഇവിടെ വലിയ വലിയ വീടുകൾ നിർമ്മിക്കുന്നവരുണ്ട്. ഓ സുഹൃത്തുക്കളെ, ആ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോകണം, ഖബറിൽ പോയി കിടക്കണം, പടച്ചവന്റെ കോടതിയിൽ ഹാജരാകണം. അതേ, നമുക്ക് സ്വർഗത്തിൽ വീട് കിട്ടണോ, അതുപോലെ ഖബറിൽ സന്തോഷം കിട്ടണോ, പടച്ചവന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതാണ് മംബനാലില്ലാഹി മസ്ജിദൻ, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വീട് നിർമ്മിക്കുന്നു.